സഖാവെന്നുള്ള ബന്ധവും സുഹൃത്ത് ബന്ധവുമാണ് ബേബിയുമായി എനിക്കുള്ളത്. ഏതാണ്ട് 1967-68 മുതൽ അത് സഭ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ ഇപ്പോൾ പാർട്ടിയുടെ പരമോന്നത സമിതിയായ ഇന്ത്യയിലെ മൊത്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ കാലം വരെയുള്ള വളരെ ദീർഘമായതും ഒരിക്കലും മുറിഞ്ഞു പോകാത്തതുമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും ഇന്നത്തെ സീനിയറായ മെമ്പറാണ് സാഹിബ് എം എ ബേബി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏതാണ്ട് 23 വർഷം മുമ്പ് തന്നെ സെൻട്രൽ കമ്മിറ്റിയിൽ വരികയും 13 വർഷം മുമ്പ് പോളിറ്റ് ബ്യൂറോയിൽ വരികയും ചെയ്ത സഹാവാണ് എം എ ബേബി. മറ്റു പല ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായി ജനറൽ സെക്രട്ടറിമാരായുള്ളവർ കഴിഞ്ഞാൽ പിന്നെ വന്നവരിൽ ഇന്ത്യയിൽ ആകെ സഞ്ചരിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും പോയി അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വവുമായും വിദ്യാർത്ഥി യുവജന നേതൃത്വങ്ങളുമായും ബന്ധപ്പെട്ട് ദീർഘകാലം പ്രവർത്തിച്ചതിൻ്റെ അഖിലേന്ത്യാ പരിചയം ബേബിക്ക് മാത്രമുള്ള മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ പാർട്ടി നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും, എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ബലത്തിൽ നമ്മുടെ രാജ്യത്തൊരു ജനകീയവും ജനാധിപത്യപരമായ വിപ്ലവം നടത്താൻ വേണ്ടി ഈ മുതലാളിത്ത കാലഘട്ടത്തിൽ, ഈ ബൂർഷ പാർലമെൻ്റ് കാലഘട്ടത്തിൽ പാർട്ടിയെ ഇപ്പോഴുള്ള കുറവുകൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവും. ഒരു വലിയ പ്രതീക്ഷ പാർട്ടി സഖാക്കളിലും പാർട്ടി അനുഭാവികളിലും ജനങ്ങളിൽ പൊതുവെയും ഉണ്ടായിട്ടുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അനുഭവ പാരമ്പര്യവും രാജ്യത്തെ പറ്റിയുള്ള അറിവും രാജ്യാന്തര കാര്യങ്ങളുടെ അറിവും സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ലക്ഷക്കണക്കിന് സഖാക്കളെ നേരിട്ടറിയാവുന്ന ഒരു സഖാവ് കേരളത്തിൽ നിന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എന്നുള്ളത് നമുക്കേർക്കും ഏവർക്കും നാടിനും വളരെ പ്രയോജനകരമായ കാര്യമാണ്. EMS പോലുള്ളവരുമായി നമ്മൾ ഓർമ്മിക്കണം, ആ കാലം വേറെയാണ്, ഈ കാലം വേറെയാണ്. EMS വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ കൂടിയൊന്നുമല്ല, അത് ആദ്യകാല സഖാക്കളാണ്. പക്ഷേ രാജ്യത്ത് മൊത്തം നല്ല പരിചയം. 1967-68 മുതൽ ബേബിയുമായി കൊല്ലത്ത് ഞങ്ങളൊരു 7-8 വർഷക്കാലം അവിടെ തന്നെയാണ് പ്രവർത്തിച്ചത്. അന്ന് ഭക്ഷണത്തിന് കാശില്ലാതെ, നല്ല ഷർട്ടും മുണ്ടുമൊന്നും വാങ്ങാനോ നനയ്ക്കാനോ ഒന്നും പൈസ ഇല്ലാത്തൊരു കാലത്താണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചത്. സമരങ്ങളും പ്രക്ഷോഭങ്ങളും മർദ്ദനങ്ങളും ജയിൽവാസങ്ങളും അടിയന്തരാവസ്ഥയിലടക്കം ഞങ്ങൾ നേരിടുകയും അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ചതിനെ നേരിടുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യയശാസ്ത്രത്തിലുള്ള വിപ്ലവത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലുള്ള അടിസ്ഥാന തത്വങ്ങൾ അന്നത്തെ വിദ്യാർത്ഥി പ്രവർത്തകരെല്ലാം ഞങ്ങളെല്ലാവരും നന്നായി മനസ്സിലാക്കിയിരുന്നു. അത് ഞങ്ങൾ പഠിക്കുമായിരുന്നു, പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പോകുമായിരുന്നു, EMSൻ്റെ ക്ലാസ്സുകളിൽ പോകാൻ സ്വയം പഠിക്കുകയും കൂടി ചെയ്യും, വായിക്കുകയും ചെയ്യുമായിരുന്നു. ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന പഠനത്തിലും വായനയിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷ്കളങ്കമായ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ബേബി എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. വിശദാംശങ്ങളിലൊക്കെ ഞാൻ കിടക്കുന്നില്ല.